Yes. Oh. Thank you, Lord. ഒന്ന്, നിങ്ങളുടെ ആരാധനയിൽ ജീവൻ ഉണ്ടായിരിക്കണം. കണ്ടോ, നിങ്ങളുടെ സ്തോത്രത്തിന് ശക്തിയില്ല. അതുകൊണ്ട് ഞാൻ ഡിലേ ആക്കുന്നത്. എന്തുകൊണ്ടായിരിക്കണം? Praise the Lord. Thank you, Lord. അശുദ്ധാത്മാവ് ഇന്ന് രാത്രി സഭയോട് പറയാൻ, എന്നോട് ഇന്ന് രാത്രി പറയുന്ന ദൂത് ഞാൻ പറയാൻ പോവാ. ഇന്ന് രാത്രി തീ ഇറങ്ങണമെങ്കിൽ നിന്റെ ആരാധനയിൽ ജീവൻ നടക്കണം. ആമേൻ. ജീവൻ നടക്കണമെങ്കിൽ പ്രമാണം ഇതാ, ഒറ്റ പ്രമാണമേ ഉള്ളൂ. ആ പ്രമാണത്തിന് ഒരു കേടുമില്ല. ഇന്ന് രാത്രിയിലും അതേ പ്രമാണം ഇവിടെ നടക്കണം. എന്തോ നടക്കേണ്ടത്? നീ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ, നീ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മൃഗത്തെ അറുത്തില്ല. നീ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ വ്യക്തിയാണ്. പക്ഷേ പഴയ നിയമത്തിൽ ആരാധിക്കാൻ വരുന്നവൻ യാഗപീഠത്തിൽ ആരാധനയ്ക്ക് വേണ്ടി വസ്തുവിനെ വെച്ചിട്ട് അവനോട് പറയുന്ന ഒരു സത്യമുണ്ട്. ഒരു സത്യമുണ്ട്. നീ അതിൽ യാഗപീഠത്തിൽ യാഗം വെച്ചു കഴിഞ്ഞിട്ട് നിനക്കാരോടെങ്കിലും പറഞ്ഞു തീർക്കേണ്ടുന്ന കണക്കുണ്ടെങ്കിൽ, നിനക്കാരോടെങ്കിലും പറഞ്ഞു തീർക്കേണ്ടുന്ന കണക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് പ്രകാരം പറയുന്നു, പലരുടെ ശുശ്രൂഷ അതിന്റെ ആഴത്തിൽ വെളിപ്പെടാത്തതിന് കാരണം ഇതത്രേ. യാഗപീഠത്തിൽ യാഗമിരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ പറയുക, എനിക്ക് ആരോടെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത പ്രമാണമായി എന്നെ ചലിപ്പിച്ചത്. സ്തോത്രം. നീ യാഗപീഠത്തിൽ ആ വസ്തു വെച്ചിട്ട്, ഞാൻ പതുക്കെ പറയത്തുള്ളൂ, യാഗവസ്തുവിൽ അത് വെച്ചിട്ട് എന്തോ ചെയ്യണം? നീ മടങ്ങി ചെന്നിട്ട്, നീ സ്തോത്രം വഴക്കുണ്ടാക്കിയവനോടോ, നീ തെറ്റ് ചെയ്തവനോ, നിന്നോട് തെറ്റ് ചെയ്തവനോടോ നീ ക്ഷമ ചോദിച്ചിട്ട് നീ തിരിച്ചു വന്നിട്ട് വേണം യാഗം കഴിക്കാൻ. ആരാധനയിൽ ജീവൻ വെളിപ്പെടുന്നില്ല. കാരണം എന്ത്? ദൈവം എന്നെ പഠിപ്പിച്ച വിഷയം, നമുക്കൊക്കെ ഇപ്പം വന്നേക്കുന്ന ഒരു കളിപ്പീര് പരിപാടി കയ്യിലുണ്ട്. ഒരു കളിപ്പീര് പരിപാടി നമ്മുടെ കയ്യിലുണ്ട്. എന്തോന്നറിയാമോ? കർത്തൃമേശയുടെ സമയമാകുമ്പോൾ അപ്പം വീഞ്ഞ് പാസ്റ്റർ അവിടെ തയ്യാറാക്കി വെക്കുമ്പോൾ പാസ്റ്റർ പറയും, ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ദൈവത്തോട് ക്ഷമ പറയണം. നമ്മുടെ ഉള്ള കയ്യിലുള്ള പരിപാടി വീട്ടിൽ വെച്ച് നമുക്കറിയാം കണക്ക് പറഞ്ഞ് തീർത്തിട്ട് വരണമെന്ന്. നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ അവിടെ വെച്ച് എന്തോ ചെയ്യും? കർത്താവേ, ഞാൻ അവരോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു കൂസലുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ കർത്തൃമേശ എടുക്കും. ഞാൻ വിശ്വസിക്കുന്ന ഈ വചന സത്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ ഇരിക്കുന്നവരെല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ഈ വചനത്തിൽ എന്തോ പറയുന്ന അറിയാമോ? അയോഗ്യമായി ആരെങ്കിലും ഇതിൽ നിന്ന് കൈ നീട്ടിയാൽ, ഇങ്ങനെ പ്രസംഗിക്കുന്നതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല, അയോഗ്യമായി ഇതിൽ നിന്ന് ആരെങ്കിലും കൈ നീട്ടിയാൽ അവരിൽ പലരും ബലഹീനരാകുന്നു, രോഗികളാകുന്നു. അടുത്ത പദം ശ്രദ്ധിച്ചേ, പലരും നിദ്ര കൊള്ളുന്നു. ഞാൻ വിശ്വസിക്കുന്നത് സത്യമാണ്. എന്റെ യേശു അത് പറഞ്ഞപ്പോൾ, 5-ാം അധ്യായം എന്റെ വേറൊരു പ്രസംഗം വിഷയമാ ദൈവരാജ്യത്തെ പറ്റി. എന്റെ യേശു അത് പറഞ്ഞപ്പോൾ, എന്റെ യേശു അത് പറഞ്ഞപ്പോൾ, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോണം. എന്റെ യേശു അത് പഠിപ്പിച്ചപ്പോൾ, എന്റെ യേശുവിന് ഇത് പഠിപ്പിക്കാമായിരുന്നു. നിന്റെ പാപം തെളിഞ്ഞു വന്നാൽ നീ അവിടെ നിന്ന് ക്ഷമ ചോദിച്ചാൽ മതിയെന്ന്. പക്ഷെ എന്റെ യേശു അങ്ങനല്ല പറഞ്ഞത്. എന്റെ യേശു പറഞ്ഞത്, ഇന്നത്തെ കൂട്ട് 50 മൈലും 30 മൈലും ഹൂസ്റ്റണിൽ, ന്യൂയോർക്കിൽ അത്രയില്ല, 15-20 മൈലേ ഉള്ളൂ. ഇവിടെ കുറച്ച് മൈൽ കൂടുതലാണ്. ഇത്രയും മൈലല്ല, അവർ മാസങ്ങൾ ആഴ്ചകൾ യാത്ര ചെയ്തിട്ടാണ് ആരാധിക്കാൻ നിന്നത്.
കഷ്ടപ്പെട്ട് മൃഗത്തെ വലിച്ചുകൊണ്ട് ഇവിടം വരെ വന്നത്. ആ യാഗപീഠത്തിൽ വെച്ചിട്ട് എത്ര മാസം നീ നടന്നോ, തിരിച്ച് അത്രേ മാസം നടക്കണം. സ്തോത്രം വരത്തില്ല, സ്തോത്രം വരത്തില്ല. നിങ്ങൾക്ക് പ്ലെയിൻ വരുന്നെന്ന് വല്ലതും പറഞ്ഞ ഇപ്പൊ എന്തോ ആരാധനയായിരുന്നു ഇവിടെ. ഗ്ലോറി. അവിടെ വെച്ചിട്ട് മാസങ്ങൾ തിരിച്ചു നടന്ന് അവനോട് പോയി ക്ഷമ പറഞ്ഞിട്ട് നീ മടങ്ങി അത്രയും മാസം തിരിച്ചു നടന്നിട്ട് നീ വന്നിട്ട് ദൈവത്തെ ആരാധിക്കണം. മനസ്സിലായോ? മനസ്സിലായോ? നിന്റെ യാഗവസ്തു നീ ആരാധിക്കുന്ന മുമ്പേ ഇതിൽ തീയിറങ്ങണമെങ്കിൽ വ്യവസ്ഥയുണ്ട്. ഇത് വന്നിരിക്കുമ്പോൾ കൈയടിച്ച് എല്ലാ പാട്ടിന്റെ അവസാനം രണ്ട് പറയുന്ന അന്യഭാഷയല്ല ആരാധന. ഇതെല്ലാം കളിപ്പീര കാണിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം സത്യമാ പറഞ്ഞതെങ്കിൽ ഈ പറയുന്ന എല്ലാവരും കണക്ക് കൊടുക്കും. രാത്രിയിൽ ദൈവസഭയിൽ തീയിറങ്ങണമെങ്കിൽ നീ പറഞ്ഞു തീർക്കേണ്ടുന്ന എന്തെങ്കിലും ആരോടെങ്കിലും ഉണ്ടെങ്കിൽ, അത് ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ അത് പറഞ്ഞു തീർത്തിട്ട് വേണം ഇന്ന് രാത്രി നീ ദൈവത്തെ ആരാധിക്കുവാൻ. നിന്റെ ആരാധനയിൽ ഇന്ന് രാത്രി ജീവൻ വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി സ്വർഗം പറയുക, നിന്റെ ആരാധനയിൽ ജീവൻ വെളിപ്പെടട്ടെ, ജീവൻ വെളിപ്പെടട്ടെ. മരിച്ചു കിടക്കുന്ന ആരാധനയിൽ ഇന്ന് രാത്രി ജീവൻ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കമിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരട്ടെ. അന്യഭാഷ നിന്നുപോയിട്ടില്ല, അന്യഭാഷ ഇന്നുകൊണ്ട്, അന്യഭാഷ ഇന്നുകൊണ്ട്, പരിശുദ്ധാത്മാവ് ഇന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്ന് രാത്രിയിൽ വെളിപ്പെടുന്ന രാത്രിയാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ നീ ക്രമീകരിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്രമീകരിച്ചിട്ട് വേണം നീ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. നിന്റെ ആരാധനയിൽ ജീവൻ വെളിപ്പെടണം. നിന്റെ ആരാധനയിൽ ജീവൻ വെളിപ്പെടണം. പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ യാഗവസ്തുവിനെയാണ് യാഗപീഠത്തിൽ വെക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ എന്തെന്നറിയാമോ? നീ നിന്റെ ശരീരത്തെ കൊല്ലണം. ലിറ്ററലി ഉള്ള മരണമല്ല പറയുന്നത്, പക്ഷെ ഞാനെന്നുള്ള ഭാവം, അഹങ്കാരം, ആറ്റിറ്റ്യൂഡ്സ്, ഈഗോസ് ഇന്ന് രാത്രി ഇതെല്ലാം ഉടയണം. മുടി മുതൽ പാദം വരെ ഇന്ന് രാത്രി ശുദ്ധീകരിക്കപ്പെടണം. എത്ര പേര് ഇന്ന് രാത്രി ദൂത് കേൾക്കുന്നുണ്ട്? പഴയ നിയമത്തിൽ യാഗവസ്തുവിന്റെ ഒരു ഭാഗമാണ് യാഗപീഠത്തിൽ വെക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ നിന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ദൈവത്തെ നീ കാഴ്ചവെക്കുകയാണ്. ഇന്ന് രാത്രി ഞാനും നീയും ആരാധിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായത്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത്, അവന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിന് ഇന്ന് രാത്രി നീ ഓർക്കുമ്പോൾ ആ യേശുവിന്റെ ശരീരത്തെ ഇന്ന് രാത്രി നോക്കിക്കേ. അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ഇല്ല അടികൊള്ളാത്തത്. കാരണം എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിൽ നമ്മൾ അവനെ ആത്മാവിൽ ആരാധിക്കുവാൻ വേണ്ടി. ഇന്ന് രാത്രി എത്ര പേര് കർത്താവിനോട് കാമം സമർപ്പിക്കാൻ തയ്യാറുണ്ട്? എന്നിൽ നിന്ന് ജീവനുള്ള ആരാധന വെളിപ്പെടണം. 2, വിശുദ്ധി വെളിപ്പെടണം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്തോത്രത്തിൽ വിശുദ്ധി ഉണ്ടോ? നമ്മൾ ദൈവമേ എന്ന് പറയുന്ന വാക്കിൽ വിശുദ്ധി വെളിപ്പെടുന്നുണ്ടോ? നമ്മൾ അവന്റെ നാമത്തെ എടുക്കുമ്പോൾ, നിങ്ങൾ ചരിത്രം പഠിക്കണം. ഈ പുസ്തകം എഴുതിയപ്പോഴേ